ക്യാമ്പിൽ കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും മുത്രിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണുന്നത് 60s by 60s ആയിട്ടുള്ള ക്യാമ്പിൽ കോട്ടണിൽ നല്ല ഭംഗിയുള്ള ലൈറ്റ് ടോൺ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ ഒരു ഹോട്ട് സീസൺ അടുത്ത് വരികയാണ്. അപ്പം നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെയുള്ള കളേഴ്സാണ് നമ്മൾ ഇനി എല്ലാ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പ്രാവശ്യം ഞാൻ എടുത്തിരിക്കുന്നത് അധികം തന്നെ ആ ഒരു കളർ കോഡിലാണ് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. കണ്ടു തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ ഒരു സോഫ്റ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ. പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. എല്ലാം തന്നെ പ്യുവർ കോട്ടൺ ആണ്. പ്യുവർ 60s by 60s ആയിട്ടുള്ള ക്യാമ്പിർ കോട്ടൺ ആണ്. അപ്പോൾ ക്യാമ്പിർ ആകുമ്പോൾ കുറച്ച് സ്മൂത്ത് ഫിനിഷിലായിരിക്കും വരുന്നത്. കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകാം, ഇത് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ പോളിസ്റ്റർ ആണോ? അങ്ങനെയല്ല, ഇത് പ്യുവർ കോട്ടൺ തന്നെയാണ്. കോട്ടൺ തന്നെ പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ അതിൽ ഓരോ കൗണ്ട്, ത്രെഡിൻ്റെ കൗണ്ട് കൂടുന്നതനുസരിച്ചും അതിൻ്റെ വീവിങ്ങിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 60s ആകുമ്പോൾ പ്യുവർ കോട്ടൺ ആണ്. നല്ല ഭംഗിയുള്ള കോട്ടൺ തന്നെയാണ് കേട്ടോ. മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷനാണ്. ടോപ്പും ബോട്ടവുമായിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ ഡിലേ വന്നതുകൊണ്ട് ഞാനിത് വെച്ചിട്ട് തന്നെ എല്ലാ വീഡിയോസും അങ്ങ് ചെയ്ത് തീർക്കുകയാണ്. നമുക്ക് കണ്ടു തുടങ്ങാം. ഒരു പേസ്റ്റൽ ടോണിലാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു പേസ്റ്റലല്ല, പേസ്റ്റലിൽ തന്നെ ഒരു ഡാർക്ക് ടോണിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറിൽ, പിങ്ക് കളറിലാണ്. പിങ്ക് കളറിലുള്ള ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ക്യാമ്പിർക്കായതും പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ കാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. ഞാൻ പറയാറുണ്ട്, വീഡിയോയുടെ ലാസ്റ്റിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോട്ടൺ ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ നേരത്തെ പറയുകയാണ്. എങ്ങനെയാണ് കളർ കാർഡ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ ഒന്നും കൂടെ കളർ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി പറയുകയാണ്. അതിൻ്റെ അർത്ഥം കളർ പോകുമെന്നല്ല, നമ്മൾ ഒന്നും കൂടെ ഒന്ന് അഡ്വാൻസ് ചെയ്ത് പറയുന്നതാണ്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്. പിങ്ക് കളറിനകത്ത് തന്നെ ഡാർക്ക് കളറിലുള്ള പിങ്കും അതുപോലെ ലൈറ്റ് ബേബി യെല്ലോ കളറിലുള്ള ഓറഞ്ച് കളറിലുള്ള പ്രിൻ്റൊക്കെയാണ് പോയിട്ടുള്ളത്. 60s by 60s ആണ്. ക്യാമ്പിക് ആണ്. 109 പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് നമുക്ക് ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ടോപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഞാനങ്ങനെ പറയുന്നതെന്നുള്ളൂ, ഒരു ഓപ്ഷനായിട്ട് പറയുന്നതെന്നുള്ളൂ. ഒരു കമ്പൽസറി ഇല്ല നിങ്ങൾ രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് ആർക്കെങ്കിലും ഇനി ഇത് ആരൊക്കെയോ കമൻറ്റ് ചെയ്യണതുകൊണ്ട് നമ്മുടെ സൈറ്റ് ജെന്യൂൻ ആണോ എന്നുള്ളത്. നമ്മൾ നോർമലി ജെന്യൂൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരാവുന്നതാണ്. ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അങ്കമാലിയിൽ തന്നെയാണ് കേട്ടോ ഷോപ്പ്. ഇതൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ പലരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്കമാലിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരാവുന്നതാണ്. ഷോപ്പിൽ ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വരുന്നത് ഒരു സിക്സാക് പാറ്റേണിലുള്ള പ്രിൻ്റാണ്. ഒരു വൈറ്റ് കളറിൽ നമുക്കിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. പിന്നെയും ഞാൻ പറയുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാം തന്നെ ക്യാമ്പിക് ചെയ്യുന്നത് വിത്തൗട്ട് ലൈനിങ് തന്നെയാണ്. നമുക്ക് വിത്ത് ലൈനിങ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു തിക്നെസ് കൂടുന്നതായിട്ടും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചൂടെടുക്കുന്നതായിട്ടൊക്കെ തോന്നും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം തന്നെ വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഡെയിലി വെയർ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഇത് വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ക്യാമറ എടുക്കുന്ന ആൾ പറയുന്നുണ്ട്, കുറച്ച് ക്ലോസിലേക്ക് വരുമ്പോൾ കളർ വേരിയേഷൻ വരുന്നുണ്ടെന്ന് ഉള്ളത്. അപ്പോൾ നമ്മൾ മൊബൈലിൽ എടുക്കുന്നത് കൊണ്ട് കുറച്ചൊരു കളർ ചേഞ്ച് വരുന്നുണ്ട്. സൂം ചെയ്യുമ്പോഴാണ് കളർ ചേഞ്ച് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് യെല്ലോ കളറിലാണ്. യെല്ലോ എന്ന് പറയുമ്പോൾ അതൊരു ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള യെല്ലോ കളർ തന്നെയാണ്. ഇങ്ങനെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. എല്ലാ ഡിസൈനും സെയിം തന്നെ, കളറിൽ മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ ക്ലോസ് വ്യൂ ഒന്ന് കാണാം. ക്ലോസ് വ്യൂ കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാൻ 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. ഇനി ഇതിൻ്റെ തന്നെ സിക്സാക് പാറ്റേൺ ആണ് നെക്സ്റ്റ് വൺ കാണുന്നത്. വൈറ്റ് കളറിൽ ആ ഒരു യെല്ലോ കളറിലും ബ്ലാക്ക് കളറിലുമുള്ള സിക്സാക് ആണ് പോയിട്ടുള്ളത്. ഇതും നല്ല ഭംഗിയുള്ള ആ ഒരു പാറ്റേൺ തന്നെയാണ്. ഞാൻ ഒന്നും കൂടി വെച്ച് കാണിച്ചു തരാം. ഇത് നമുക്ക് ടോപ്പ് ചെയ്യണമെന്നില്ല, ബോട്ടം ചെയ്യണമെന്നില്ല. ബോട്ടവും ടോപ്പോ എന്തായിട്ടാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഒരു കാലത്തൊക്കെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നതാണ് ഈ സിക്സാഗ് എന്നൊക്കെ പറയുന്ന ഒരു ഡിസൈൻ. ഇപ്പോഴും ട്രെൻഡിങ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ട് വെയർ ചെയ്യാവുന്ന പോലെയാണ് ഞാനിതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് എടുത്തിരിക്കുന്നത്.
നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു പീച്ച് കളറിലാണ് 109 പെർ മീറ്ററിൽ 44 ഇഞ്ച് വിഡ്ത്തിൽ 60x60 ആയിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടണിലാണ് ഫാബ്രിക് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്. ഡിസൈൻ എല്ലാം തന്നെ സെയിം തന്നെയാണ്, കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ഏത് കളറാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന് തന്നെ മാച്ച് ചെയ്യാവുന്ന ഒരു ബോട്ടം സെയിം സിഗ്സാഗ് തന്നെയാണ്, അതും ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ടോപ്പും ബോട്ടവുമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ ടോപ്പ് മാത്രമായിട്ടൊക്കെ എടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ള സിഗ്സാഗ് തന്നെയാണ് എല്ലാം തന്നെ. 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്, 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. ഇപ്പം നമ്മളിന്ന് ലാസ്റ്റ് കാണാൻ പോകുന്നത് ഇത്ര നേരം കണ്ട ഡിസൈൻ അല്ല, കുറച്ച് ചേഞ്ച് ആയിട്ടുള്ള ഡിസൈനാണ്. കുറച്ചും കൂടെ ഫ്ലോറൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു കളറാണ്. പിങ്കും അല്ല പീച്ചും അല്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കളറാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിനകത്തും പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് പോകുന്നത്. 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്, 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 60x60 ആയിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടൺ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ലാസ്റ്റ് ഡിസൈൻ നമ്മൾ കാണുന്നതും സിഗ്സാഗ് ആണ്. അപ്പോൾ ഇത്രയും നേരം കണ്ട സിഗ്സാഗ് അല്ല ഇത്. ഇതിനകത്ത് 2-3 കളേഴ്സ് കയറി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമായിട്ട് നമുക്ക് ടോപ്പ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കിത് ഇപ്പോൾ ആദ്യം കണ്ടതും കൂടെ ടോപ്പും ബോട്ടവുമായിട്ടും സ്റ്റിച്ച് ചെയ്ത് പെയർ ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെയല്ല, നമുക്ക് ടോപ്പിൽ തന്നെ സിഗ്സാഗും മറ്റേ ഫ്ലോറിലൊക്കെ ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് പെയർ ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് കാണുന്നതെല്ലാം തന്നെ പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ്. 60x60 ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ടാവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്.
നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഓപ്ഷൻ കൂടി തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothirans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHRANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8-നുണ്ട്, 8:30 ഉണ്ട്, 9-നുണ്ട്, 9:30 ഉണ്ട്, 10-നുണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.